ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ കോമണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിവാദം ഇപ്പോഴൊന്നും അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഇത് കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ 100 ദിവസവും അല്ലെങ്കിൽ അവർ രണ്ടുപേരും പുറത്താകുന്നവരെ ഈ ടോക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് തോന്നിയ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കോമണർ ആണെന്ന് പറഞ്ഞ് വെറുതെ ആരെയും കൊണ്ടുവന്ന് കളിപ്പിക്കേണ്ട ഗെയിമൊന്നും അല്ല ബിഗ് ബോസ്. ഇനി കോമണർ ആണെങ്കിൽ അവരങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഇനി ഇതിനെ വേറൊരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതെല്ലാം നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു മീഡിയ അറ്റൻഷൻ ട്രിക്ക് മാത്രമാണെന്നാണ്. ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി റീച്ച് കൂട്ടാനുള്ള ഒരു ശ്രമമാണെന്നാണ് ഇപ്പൊ തോന്നുന്നത്. അല്ലെ തന്നെ എവിടെയാണ് ഷോ തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പ് തന്നെ ഒരു കണ്ടസ്റ്റന്റിന്റെ ഫേസ് റിവീൽ ഒക്കെ നടന്നിട്ടുള്ളത്? അത് വെച്ചിട്ട് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. റഷ്മിൻ ഭായ് അതേപോലെ തന്നെ നിഷാന, ഇവർ രണ്ടുപേരും ചിലപ്പോൾ ഈ സീസണിൽ ഉണ്ടാവാനേ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പലരും ഇവിടെ പറയുന്നതും കേട്ടു. ഈ പറയുന്ന ട്വിസ്റ്റിനുള്ള സാധ്യത 50% പോലും ഇല്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇത് ഇത്രയും വലിയൊരു സംസാര വിഷയമാവാൻ കാരണം കഴിഞ്ഞ സീസണിൽ ഗോപികയെ പോലെ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഫോളോവേഴ്സ് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നതാണ്. പക്ഷെ അവിടെയും എനിക്ക് പറയാനുള്ളത്, എയർടെൽ തിരഞ്ഞെടുക്കുന്നതും ബിഗ് ബോസിന്റെ സെലക്ഷൻ ടീം തിരഞ്ഞെടുക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. എന്തായാലും ഷോ തുടങ്ങട്ടെ, അതിനുശേഷം അതിനകത്ത് അവർ ചെയ്യുന്നത് വെച്ച് അവരെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക. അതിനു മുമ്പ് തന്നെ വെറുതെ വലിച്ചഴിച്ച് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് കൊടുക്കുക. ഈ ഞായറാഴ്ച ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഗ്രാൻഡ് ലോഞ്ച് ആണ്. അംഗം തുടങ്ങാൻ ഇനി 4 ദിവസം മാത്രം. കട്ട വെയിറ്റിംഗ് ആണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.